Hi, hello, welcome you all to Entry App. I am Kavya. ഒരു അധ്യാപകരാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക എന്ന് പറയുന്നത് ബിഎഡ് പൂർത്തീകരിച്ച ഏവരുടെയും സ്വപ്നമാണ് അല്ലെ. അതൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആയാലോ, ഹയർ സെക്കൻഡറി ലെവലിൽ അതായത് +1 +2 ലെവലിൽ ഒരു അധ്യാപികയാവുക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും, അതായത് ബിഎഡ് കഴിഞ്ഞ എല്ലാവരുടെയും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി താമസമില്ല. പല വിഷയങ്ങളുടെയും HSST നോട്ടിഫിക്കേഷൻസ് വരാനായി ഇരിക്കുകയാണ്. എവിടെ വരെയായി നിങ്ങളുടെ പഠിത്തമൊക്കെ? നല്ല രീതിയിൽ പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് HSST ജനറൽ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. അപ്പൊ എങ്ങനെയാ തുടങ്ങിക്കളയാ അല്ലെ. ടൈപ്സ് ഓഫ് റിസർച്ചില് വളരെ കുറച്ച് റിസർച്ച് ടൈപ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ പ്യുവർ അല്ലെങ്കിൽ തിയോറട്ടിക്കൽ റിസർച്ച്. എന്താണ് ഫണ്ടമെന്റൽ റിസർച്ച്? നമ്മൾ എപ്പോഴും റിസർച്ചിന്റെ മേഖല, ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ കാൻഡിഡേറ്റ്സിനോട് പറയുന്നതാണ്, നിങ്ങൾ റിസർച്ചിന്റെ മേഖലയാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണോ പഠിക്കുന്നത് അതിന്റെ കീവേഡ്സ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ചോദ്യവും ഉത്തരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ആണെങ്കിൽ അതിന്റെ കീവേഡ് ആണ് തിയറി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മറ്റു പേരുകളാണ് ബേസിക്, പ്യുവർ അല്ലെങ്കിൽ തിയോറട്ടിക്കൽ റിസർച്ച്. ബേസിക്കലി സയന്റിഫിക് തിയറീസ് നമുക്ക് കൂടുതലായും നമ്മുടെ സമൂഹത്തിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനയെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ച് ഒരു തിയറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന റിസർച്ചിനെയാണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി ഇത് ഒരു തിയറി ഫോർമുലേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ സർട്ടൻ പ്രിൻസിപ്പിൾസ്, ലോസ്, റൂൾസ് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ എത്രമാത്രം ഇതിന്റെ എഫിഷ്യൻസി ഉണ്ട്, ഇതിന്റെ ടാബുലേഷൻ ഉണ്ട്, തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം എഫിഷ്യന്റ് ആണ് മുതലായ കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പഠിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ദ വെരി ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെന്റൽ റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് അതിന്റെ കീവേഡ് എന്താണ്? തിയറി. ക്വസ്റ്റ്യനില് ഫണ്ടമെന്റൽ കണ്ടാൽ ഉത്തരത്തിൽ തിയറി ഉണ്ടോ എന്ന് നോക്കുക, തിയറി എന്ന പദമുണ്ടോ നോക്കുക. You got it. Next is applied research. Applied, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കീവേഡ് അപ്ലിക്കേഷൻ അല്ലെ. എന്താണ് അപ്ലിക്കേഷൻ? Applied research is concerned with the solution of a particular problem. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് വളരെ റീസൺ ഔട്ട് ചെയ്ത് വളരെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുന്ന ഒരു ഫോമിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. വളരെ ഇമ്മീഡിയറ്റ് ആയി നമ്മുടെ സമൂഹത്തില് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പ്രോബ്ലംസിലേക്കെല്ലാം അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൽ വരുന്നത്. അത് എംപിരിക്കൽ ആണ്, മാത്രമല്ല പ്രാക്ടിക്കലുമാണ്. അതായത് വളരെ റീസൺ ഔട്ട് ചെയ്ത് ചുമ്മാ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി എടുക്കുന്ന തീരുമാനങ്ങളല്ല, മറിച്ച് ആലോചിച്ച് എടുക്കുന്ന ഓരോ പ്രാക്ടിക്കൽ വശങ്ങളും ചിന്തിച്ച് എടുക്കുന്ന തീരുമാനം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഫോർമുലേറ്റ് ചെയ്ത പല തിയറീസും അതിന്റെ പ്രാക്ടിക്കബിലിറ്റി, അത് എത്രത്തോളം ലെവൽ വരെ നമുക്ക് സ്യൂട്ടബിൾ ആണ് മുതലായ കാര്യങ്ങളാണ് അപ്ലൈഡ് റിസർച്ചിൽ വരുന്നത്. സോ എന്തായിരുന്നു ഒന്നാമത്തത്? ഫണ്ടമെന്റൽ റിസർച്ച്. വീഡിയോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ഫണ്ടമെന്റൽ റിസർച്ച് എന്താണ്? തിയറി ആണ് അല്ലെ. രണ്ടാമത്തത് അപ്ലൈഡ് റിസർച്ച്, അപ്ലിക്കേഷൻ ആണ് വരുന്നത്. ആൻഡ് ബേസിക്കലി നമ്മൾ ഹ്യൂമൻ ലൈഫിൽ പോലും പല കണ്ടസ്റ്റുകളും പല കാര്യങ്ങളും അപ്ലൈ ചെയ്ത് പഠിക്കാറുണ്ട് അല്ലെ. The same process applies here. Marketing research, evaluation research ഇതെല്ലാം അപ്ലൈഡ് റിസർച്ചിന്റെ എക്സാമ്പിൾസ് ആണ്. സോഷ്യൽ സർവേ ഒരു അപ്ലൈഡ് റിസർച്ച് ആണ്. വളരെ റീസൺ ഔട്ട് ചെയ്ത് വളരെ കൃത്യമായി തന്നെ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന റിസർച്ചുകളെയാണ് അപ്ലൈഡ് റിസർച്ച് എന്നുള്ളത് കൊണ്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്.
ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ കീവേഡ് ആണ് ഡിസ്ക്രൈബിംഗ്. എന്താണ് ഡിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനോട് കൂടി നമ്മൾ ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എന്താണ്, നമ്മുടെ പോപ്പുലേഷൻ എന്താണ്, എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് വളരെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠിത്തമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരുന്നത്. എന്താ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്തത്, അതങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഔട്ടർ റിസൾട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുക. അവിടെ നമ്മൾ അനലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതിങ്ങനെ സംഭവിച്ചു, ഇന്നതാണ് വന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളത് കൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഒന്ന് ഫണ്ടമെന്റൽ അല്ലേ, അതിന്റെ വേറെ പേരെന്താ, തിയറി അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ പ്യുവർ അല്ലേ. അടുത്തത് അപ്ലൈഡ് റിസർച്ച്, നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ക്രൈബിംഗ്. നെക്സ്റ്റ് കംസ് അനാലിറ്റിക്കൽ റിസർച്ച്. കീവേഡ് അനലൈസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഫാക്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനെ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സും അങ്ങനെ തന്നെയാണ് അല്ലെ. ഒരു വസ്തുക്കും നമ്മളുടെ മൈൻഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളത് സാധാരണ രീതിയിൽ സ്വാപ്പ് ചെയ്യല്ല ചെയ്യുക, മറിച്ച് എന്താണ് ചെയ്യുന്നത്, ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹൗ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്, ഇത് എങ്ങനെയാണ് അത് റാപ്പിഡ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്, അത് റാപ്പിഡ് ആയി പ്രോഗ്രസ് ചെയ്യാനുള്ള കാരണം എന്താണ് മുതലായി A to Z കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെഷറബിൾ ആയിരിക്കണം അല്ലെ. ഇതിന്റെ കീവേഡ്സ് ആണ് മെഷറബിള്, അതേപോലെ തന്നെ നമുക്ക് എന്താ സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റണം. വളരെ കൃത്യമായി എല്ലാ റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ റിസർച്ചിൽ ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് ക്വാളിറ്റേറ്റീവും ഉണ്ട്. സോ മെഷറബിൾ ആയി നമ്മൾ ഒരു കണ്ടന്റ് പറയുകയാണെങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളത് കൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. There comes qualitative research. ഒരു qualitative phenomena. Do you like this pen? Yes. അതൊരു qualitative ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായി വിളിക്കാം, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. എന്താണ് ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് ഹൗ ഡു യു ഫീൽ എന്ന് നമ്മൾ ടാബുലേറ്റ് ചെയ്യാണെങ്കിൽ there comes qualitative research. And next is എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് വരുന്നത്. നമ്മൾ ചുമ്മാ പറയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി ഓരോ കാര്യങ്ങളെയും നമ്മൾ പറയുക. എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻസ്, ഇതെല്ലാം എംപിരിക്കൽ റിസർച്ചിന്റെ ഏരിയയിലാണ് വരുന്നത്. നമുക്കൊരു കാര്യം പോസ്റ്റുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ചുമ്മാ പറയുന്നതും എവിഡൻസ് ഉൾപ്പെടെ പറയുന്നതും രണ്ടും രണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയാണ് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അപ്പൊ ആകാശം നോക്കുമ്പോൾ തീർത്തും വെളുത്തിരിക്കുന്നു. അപ്പൊ അവര് ചോദിക്കും എന്തുകൊണ്ടാ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, കൃത്യമായ ഒരു എവിഡൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റണം അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അന്ന് മഴ പെയ്യാനുള്ള കാരണം എന്താന്ന് കൃത്യമായിട്ട് പറയാനായി സാധിക്കില്ല. അപ്പൊ എന്ത് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോഴും വളരെ വ്യക്തമായി കൃത്യമായി എവിഡൻസ് ഉൾപ്പെടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇന്ന് പഠിച്ചത്? നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസർച്ച് ടൈപ്പുകളാണ്. ഒന്ന് ഫണ്ടമെന്റൽ റിസർച്ച്, തിയറി ആണ് അതിന്റെ ലിങ്ക് വരുന്നത്. സെക്കൻഡ് വൺ അപ്ലൈഡ് റിസർച്ച്, അപ്ലിക്കേഷൻ ആണ് അതിന്റെ ലിങ്ക് വരുന്നത്. തേർഡ് വൺ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഡിസ്ക്രൈബിംഗ് ആണ് അതിന്റെ കീവേഡ് വരുന്നത്. ഫോർത്ത് കംസ് അനാലിറ്റിക്കൽ, അനലൈസ് ആണ് അതിന്റെ കീവേഡ്. ഫിഫ്ത്ത് കം ക്വാണ്ടിറ്റേറ്റീവ്, ക്വാണ്ടിറ്റി ആണ് അതിന്റെ കീവേഡ്. മെഷറബിളും വരും. ഇവിടെ നോൺ ന്യൂമറിക്കൽ ആണ്, അതായത് നമ്മൾ നമ്പർ അല്ലല്ലോ വെക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ന്യൂമറിക്കൽ ആണ് ബേസിക്കലി വരുന്നത്. നെക്സ്റ്റ് എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ എംപിരിക്കൽ റിസർച്ച് ആണ്.
ഇത്രയും റിസർച്ചുകൾ മാത്രമല്ല ഉള്ളത്, ഇനിയും ധാരാളമായി റിസർച്ചുകൾ ഉണ്ട്. എല്ലാം പഠിക്കണ്ടേ? നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവണ്ടേ? ഉടനെ തന്നെ എൻട്രിയിൽ ജോയിൻ ചെയ്യും. HSST കോഴ്സസ് ഓൾറെഡി തന്നെ എൻട്രിയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് വേണ്ടേ? ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ ഒരു ഫോം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കൃത്യമായി ഫിൽ ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ആ കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുക. നമുക്കൊരു സ്വപ്നമുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. ആ സ്വപ്നമാകട്ടെ നിങ്ങളുടെ HSST അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളത്. അപ്പൊ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. All the best for your journey. Thank you all.